പ്രതിപക്ഷം വിലയിരുത്തുന്നു. ഗവർണർക്ക് മുൻ ലോക്സഭാ സെക്രട്ടറി ജനറൽ PDT ആചാരി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ PDT ആചാരി, അസാധാരണ നയപ്രഖ്യാപനമാണ് ഇന്ന് സഭയിൽ കണ്ടത്. താങ്കൾ എങ്ങനെയാണ് കാര്യങ്ങളെ മനസ്സിലാക്കുന്നത്? ഇതിന്റെ സാങ്കേതികമായ വശങ്ങളൊക്കെ എങ്ങനെയാണ്? ഇതിന്റെ സാങ്കേതികമായ വശം എന്താണെന്ന് ചോദിച്ചാൽ, ഗവർണർ വന്ന് ഒടുവിലത്തെ പാരാഗ്രാഫ് മാത്രമേ വായിച്ചുള്ളൂ എങ്കിലും ആ പ്രസംഗം മുഴുവനായിട്ട് ഗവർണർ നടത്തിയിട്ടുള്ളതായിട്ടാണ് റെക്കോർഡിൽ കാണുന്നത്. അങ്ങനെ പറ്റുള്ളൂ. അപ്പൊ ആ സഭയുടെ മുമ്പിൽ വരുമ്പോ ഈ പ്രസംഗം വെക്കേണ്ട ആവശ്യമുണ്ട്. അത് വെക്കുന്നത് ഈ ഗവർണർ എഴുതി കൊടുത്ത് ഗവർണർ ഒപ്പുവെച്ച ആ പ്രസംഗം മുഴുവനായിട്ട് തന്നെ വരും. അപ്പൊ അതില് പ്രശ്നമൊന്നുമില്ല. ഗവർണർ ഒരു പാരഗ്രാഫ് മാത്രമേ വായിച്ചുള്ളൂ എങ്കിലും ആ പ്രസംഗം മുഴുവനായിട്ട് തന്നെ സഭയുടെ മുമ്പിൽ വരികയും സഭ അത് ഡിസ്കസ് ചെയ്യുകയും ചെയ്യും. അതിൽ പ്രശ്നമൊന്നുമില്ല. പിന്നീട് എന്തുകൊണ്ട് ഇങ്ങനെയുള്ള അസാധാരണമായ കാര്യങ്ങൾ നടക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അസാധാരണമായ കാര്യങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. പലയിടങ്ങളിലും ഗവർണറും ഗവൺമെന്റും തമ്മിൽ ഇടയുന്നുണ്ട്. അത് വളരെ ഒരു അൺപ്ലസന്റ് ആയിട്ടുള്ള ചില സാഹചര്യങ്ങൾ സൃഷ്ടിച്ചിട്ടുമുണ്ട്. അപ്പൊ അതൊക്കെയാണ് ഇപ്പൊ നടക്കുന്നത്. അപ്പൊ അതിനെക്കുറിച്ച് ഒരു പ്രത്യേക അഭിപ്രായം എനിക്ക് പറയാനില്ല. അതൊക്കെ സാധാരണഗതി നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ കണ്ടിട്ടുള്ള ബിഹേവിയറിൽ നമുക്ക് വ്യത്യസ്തമാണ്. അത് മാത്രമേ എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളൂ. ഇതിപ്പോൾ കേരള നിയമസഭയുടെ ചരിത്രം നോക്കുകയാണെങ്കിൽ ഇങ്ങനൊരു നയപ്രഖ്യാപന പ്രസംഗം നമ്മൾ മുൻപ് കണ്ടിട്ടുണ്ടോ? വളരെ ദൈർഘ്യം കുറഞ്ഞ ഒരു നയപ്രഖ്യാപന പ്രസംഗമാണ്. 1 മിനിറ്റ് 17 സെക്കൻഡിൽ അത് ചുരുങ്ങുന്നു. ഒപ്പം 6 മിനിറ്റ് മാത്രമാണ് ഈ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി ഗവർണർ സഭയിൽ ഉണ്ടായിരുന്നത്. അതെ, അപ്പൊ ഇതൊക്കെ ഞാൻ പറഞ്ഞത് ഇപ്പൊ ഒരു അസാധാരണ കാര്യമാണെന്നുള്ളതിന് സംശയമില്ല. പക്ഷെ അസാധാരണ സംഭവങ്ങളാണ് ഇപ്പൊ നടക്കുന്നത് പലയിടത്തും. അതാണ് അതിനെ നമ്മൾ അങ്ങനെ തന്നെ നോക്കി കാണും. അല്ലാതെ മറ്റൊന്നും ചെയ്യാനില്ല. കാരണം ഭരണഘടനാപരമായ ഉത്തരവാദിത്വം വഹിക്കുന്ന അതോറിറ്റീസിന്, അധികാര സ്ഥാപനങ്ങൾക്ക്, അവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള അവരുടെ ഇന്ററാക്ഷൻസിലൊക്കെ ചില നോംസ് ഉണ്ട്. അപ്പൊ അതൊക്കെ പാലിക്കാൻ ബാധ്യസ്ഥരാണ് എല്ലാവരും. അത് പാലിക്കപ്പെടുന്നില്ലെങ്കിൽ നാച്ചുറലി അത് അസാധാരണ ഒരു സാഹചര്യമായിട്ട് നമ്മൾ കണക്കാക്കുന്നു. പക്ഷേ അവരാണ് അത് ടാക്കിൾ ചെയ്യേണ്ടത്, അത് പരിഹരിക്കേണ്ടത്. അങ്ങനെയുള്ള ഒരു അസാധാരണത്വം പരിഹരിക്കേണ്ടത് അവർ തന്നെയാണ്. ഇതിപ്പോൾ എന്തായാലും സഭയുടെ മേശപ്പുറത്ത് വെക്കുന്നതോടുകൂടി അതിന് നിയമപ്രാബല്യം വരുന്നു. ഒപ്പം തന്നെ മന്ത്രിസഭ അംഗീകരിച്ചാണ്. സ്വാഭാവികമായും അതിന് അത്തരത്തിൽ നിയമസാധുതയുണ്ടാകും. സഭാരേഖകളിലും അത് അങ്ങനെ തന്നെയാകും രേഖപ്പെടുത്തുക. ഇതിപ്പോൾ ഗവർണർ സർക്കാർ ഒരു ഏറ്റുമുട്ടലിന്റെ പാരമ്യത്തിലേക്ക് പോവുകയാണ്. സ്വാഭാവികമായും ഭരണഘടനാപരമായ ഉത്തരവാദിത്തങ്ങളൊക്കെ ഗവർണർ നിർവഹിക്കുമെന്ന് പറയുമ്പോഴും അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് അത് ഉണ്ടാകുന്നുണ്ടോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഇന്നിപ്പോൾ സഭയെ അവഹേളിച്ചു എന്നാണ് പ്രതിപക്ഷമടക്കം പറയുന്നത്. അല്ല, സഭയെ അവഹേളിച്ചു എന്ന് പറയുന്നതിനോട് ഇപ്പൊ ഞാനൊന്നും അതിനെക്കുറിച്ച് അഭിപ്രായം പറയുന്നില്ല. കാരണം ഞാനത് നോക്കുമ്പോൾ അതിന്റെ ഭരണഘടനാപരമായി നോക്കുമ്പോൾ ആ പ്രസംഗം പൂർണ്ണമായി രേഖയിൽ വരുന്നു. അവിടെ ആ പ്രശ്നം തീരുകയാണ് ചെയ്യുന്നത്. ഗവർണർക്ക് വായിക്കാൻ അദ്ദേഹത്തിന് ഒരുപക്ഷെ ഗവൺമെന്റിനോട് ഉള്ള വിയോജിപ്പ് പ്രകടിപ്പിക്കാനുള്ള ഒരു മാർഗം ഇതായി അദ്ദേഹം കണ്ടിട്ടുണ്ടാവാം. അതൊക്കെ ഉണ്ടാവാം. പക്ഷെ അത് സഭയോടുള്ള അവഹേളനം എന്നുള്ള രീതിയിൽ എന്ന് നമുക്ക് കാണാൻ പ്രയാസമാണ്. കാരണം അവിടെ വന്ന് ഗവർണർ വായിച്ചല്ലോ. അപ്പൊ കോൺസ്റ്റിറ്റ്യൂഷണലായിട്ട് നോക്കുമ്പോൾ അദ്ദേഹം തന്റെ ഡ്യൂട്ടി നിർവഹിച്ചു എന്നുള്ളതും കാണാവുന്നതാണ്. വളരെയധികം നന്ദി ശ്രീ PDT ആചാരി. ഒരു ഘട്ടത്തിൽ പ്രതികരിച്ചതിന് BV തുടരുന്നുണ്ടായിരുന്നു. നമ്മൾ